ഹായ് ഫ്രണ്ട്സ്, ശ്രീകൃഷ്ണ ജയന്തി വരുമല്ലേ? തിങ്കളാഴ്ചയാണ് കേട്ടോ ശ്രീകൃഷ്ണ ജയന്തി. നമുക്ക് ശ്രീകൃഷ്ണനുമായിട്ട് ഏറ്റവും അടുപ്പമുള്ള ഒരു പലഹാരം, അതായത് അവില്, അതങ്ങോട്ട് നനച്ച് കാണിച്ചു കൊടുക്കാം. ഏതായാലും ഞാൻ അതിലേക്ക് നീങ്ങിയാണ്. ഇതിനാവശ്യമായ സാമഗ്രികൾ ഇതാ: അവില്, തേങ്ങ ചിരകിയത്, ശർക്കര, 100 ഗ്രാമോളം ചെറുവൈറ്റൻ പരിപ്പ്, ഏലക്ക പൊടിച്ചത് 5 ഗ്രാം, എള്ള് 25 ഗ്രാം, 50 ഗ്രാം കശുവണ്ടി പരിപ്പ്, കുറച്ച് നെയ്യ്. ഇത്രയും സാധനങ്ങളാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ അവിൽ നനയ്ക്കാൻ ആവശ്യമായ സാധനങ്ങൾ. ഓക്കെ, ആദ്യമായിട്ട് ശർക്കര പാനി ഉണ്ടാക്കാം. ശർക്കര പാനി ഉണ്ടാക്കാൻ കുറച്ച് വെള്ളം പൊടിച്ച ശർക്കരയിലേക്ക് ഒഴിച്ചിട്ട് തീയിൽ പാചകം ചെയ്തെടുക്കുക. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോ അവില്, 2 തേങ്ങ ചിരവിയത്, 3/4 കിലോ ശർക്കര, അതായത് 750 ഗ്രാം ശർക്കര, 100 ഗ്രാം ചെറുവൈറ്റൻ പരിപ്പ്, എള്ള്, കശുവണ്ടി പരിപ്പ്, ഏലക്ക, കുറച്ച് നെയ്യ്. ആദ്യമായി ചിരവിയ തേങ്ങ അവിലേക്കിട്ട് കുഴച്ചെടുക്കുക. അവില് ചിരകിയ തേങ്ങയുമായി നല്ലതുപോലെ മിക്സ് ചെയ്ത് പ്രസ് ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ ഇതിന് മയം കിട്ടുകയുള്ളൂ. അതിനുശേഷം നമുക്ക് ശർക്കര പാനിയായോ എന്ന് നോക്കാം. ഇതാ ശർക്കര നൂൽപാകം ആകുന്നതിന് തൊട്ട് മുൻപ്. എന്താണ് ഈ നൂൽപാകം? ഇതാ പാനി ഒരു ലേശം കൈകൊണ്ട് തൊട്ടിട്ട് അടുത്ത വിരലുമായിട്ട് നമ്മൾ പ്രസ് ചെയ്ത് നോക്കുന്നു. അപ്പോൾ നൂൽപാകം ആകുന്നതിന് തൊട്ട് മുൻപ് അത് ഇറക്കുക. ഇതായിട്ടുണ്ട് കേട്ടോ. ചെറുവൈറ്റും പരിപ്പ്, എള്ള്, അണ്ടിപ്പരിപ്പ്, ഇവ മൂന്നും വേറെ വേറെ തന്നെ വറുത്തെടുക്കുക. ബ്രൗൺ കളർ ആകുന്നത് വരെ ചെറുവൈറ്റും പരിപ്പ് വറുത്തെടുക്കാവുന്നതാണ്. നെയ്യ് ഒഴിച്ച് വറുക്കുക. പാനി തണുത്തതിന് ശേഷം കുറേശ്ശെയായി അവിലിൻ്റെ മീതെ ഇടുക. ചേരുവകൾ ഓരോന്നായിട്ട് തൂടുക. എള്ള് വറുത്തത്, കശുവണ്ടിപ്പരിപ്പ്, അതിനുശേഷം ഏലക്ക തൂടുക. ഒരല്പം നെയ്യ് ഒഴിക്കുക. ഇതാ അവിൽ നനച്ചു കഴിഞ്ഞു. ഇതിൻ്റെ മുകളിൽ പഞ്ചസാര തൂടുക. ഇത് എത്ര തിന്നാലും മതി വരില്ല. 4 മണി പലഹാരമായിട്ടും പഴം കൂട്ടിയും മറ്റും ഈ അവിൽ ഉപയോഗിക്കാവുന്നതാണ്. വളരെയധികം കൂടുതലുള്ളതാണിത്. കുട്ടികൾക്കെല്ലാം ഏറ്റവും നല്ലതാണ്.